പോലീസിൽ പരാതി നൽകാനെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന ആരോപണം നിഷേധിച്ച് ആരോപണവിധേയനായ CI വിനോദ്. യുവതി പരാതിയുമായി തന്നെ സമീപിച്ചിട്ടില്ല, ഒരിക്കൽ പോലും അവരുടെ വീട്ടിൽ പോയിട്ടില്ലെന്നും ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ലെന്നും CI പറയുന്നു. ഓറെന്തിന് അടക്കണത് നമ്മൾ അവൾ കേൾക്കും. ഞാൻ പിന്നെ കേട്ടിട്ട് കുഴപ്പമില്ല, അവൾക്ക് എല്ലാം അറിയണമെന്നല്ലെന്ന് പറഞ്ഞ് ആ വേണ്ട ഡോറ് കയറി അപ്പം ഇജ്ജ് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് ഇവിടെ ഇരുത്തിയിട്ട് പിന്നെ അങ്ങനെ തള്ളിയിട്ട് അപ്പം പിന്നെ അവർ ബലം പ്രയോഗിച്ചിട്ടിൻ്റെ ഒക്കെ ചെയ്ത്. ഓട്ടോ ഡ്രൈവർ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുമായാണ് യുവതി സ്റ്റേഷനിലെത്തിയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ചില അസ്വാഭാവികതകൾ തോന്നിയതിനാൽ വിശദമായി അന്വേഷിച്ചു. ഇതൊരു വ്യാജ പരാതിയാണെന്നും സമാനമായ രീതിയിൽ നേരത്തെയും പരാതി നൽകി സ്റ്റേഷന് പുറത്ത് ഒത്തുതീർപ്പാക്കിയതും ശ്രദ്ധയിൽപ്പെട്ടു എന്നുമാണ് CI വിനോദ് പറയുന്നത്. പക്ഷേ ഈ സ്ത്രീ മുന്നേ പലർക്കും എതിരെ പരാതി കൊടുത്തിട്ട് കോംപ്രമൈസ് ആക്കി പണം തട്ടുന്ന സ്ത്രീയാണ്. മുന്നേ പൊന്നാനിയിൽ ഈ സ്ത്രീക്കെതിരെ പരാതി നിലവിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നാളെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാം എന്ന് പറഞ്ഞു. അന്നത്തെ SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് ഈ സ്ത്രീയെന്നും കേസ് ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഒരു വിഹിതം പോലീസുകാർ പങ്കിട്ടെടുത്തിരുന്നതായും CI കൂട്ടിച്ചേർത്തു. അന്നത്തെ SI ഉണ്ടായിരുന്നു, SIയുടെ പേര് കൃഷ്ണലാൽ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റേ അടുക്കള ജോലി ഈ സ്ത്രീയാണ് ചെയ്യുന്നത് എന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ SI എടുത്ത് പരാതി എത്തിയും പുറത്തുനിന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ SI അത് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്ത്രീ നൽകിയ പരാതിയിൽ FIR ഇട്ടു. ഇതോടെയാണ് പരാതിക്കാരി തനിക്കെതിരായത്. അതിനുശേഷം ഒരിക്കൽ പോലും അവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അന്ന് നടത്തിയ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയതുമാണ് എന്നും CI വിനോദ് പറഞ്ഞു. അത് റിപ്പോർട്ട് ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ സ്ത്രീ മറ്റൊരു പരാതിയുമായി സുവിദാസ് സാർ നേരിട്ട് കണ്ടപ്പോൾ സുവിദാസ് സാർ അന്വേഷണം സ്പെഷ്യൽ മാനേജർ DSP ഏൽപ്പിച്ചു. അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജു സാറെന്ന് തോന്നുന്നു, അദ്ദേഹം ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് അന്വേഷിച്ചു. ഇതെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി. ഈ സ്ത്രീ മുമ്പും ഇതേപോലെ കള്ളപ്പരാതി കൊടുത്തെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ പരാതി അദ്ദേഹം തെറ്റാണെന്ന് മനസ്സിലാക്കി ക്ലോസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഈ പരാതിയിൽ വനിതാ പോലീസുകാർ മൊഴി രേഖപ്പെടുത്താൻ വീട്ടിൽ പോയിട്ടുണ്ടോ എന്നറിയില്ല. ഇവർ ഹണി ട്രാപ്പ് സംഘാംഗമാണെന്ന ഗുരുതര ആരോപണവും CI വിനോദ് ഉന്നയിച്ചു. ഈ സ്ത്രീ ഇതേപോലെ മറ്റ് പലർക്കെതിരെ ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ ആളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ആരോപണത്തിൽ പോലീസ് കേസെടുത്തോ എന്ന ചോദ്യത്തിന് CIക്ക് വ്യക്തമായ ഉത്തരമില്ല. ഇപ്പോഴുയർന്ന ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും CI റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.